എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും സന്തോഷിക്കേണ്ട ഒരു ദിവസങ്ങളാണല്ലോ ഇനിയെല്ലാം. കാരണം നമുക്ക് ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയില്ലേ. എൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശ, നിങ്ങളും നിങ്ങളുടെ ഗാങ്ങും വിചാരിക്കുന്നത് നിങ്ങളുടെ ഭരണ മികവിലുള്ള കഴിവും തന്ത്രപരമായ നീക്കവും ബുദ്ധിയും സാമർഥ്യം കൊണ്ടാണ് നിങ്ങളെ വിജയിപ്പിച്ചതെന്നാണ്. അല്ല, കാലഹരണപ്പെട്ട ഒരു പാർട്ടിയായിരുന്നിട്ട് പോലും പിണറായി സർക്കാരിനോടുള്ള ജനങ്ങളുടെ അഹിതം, അതായത് അവർ മനം മടുത്തതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഭരണത്തിൽ കയറാൻ തന്നെ ഒരു വിജയം സുരക്ഷിതമായിട്ട് 1 മാസം എടുത്തിട്ടും നിങ്ങൾക്ക് മുഖ്യമന്ത്രി ആ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. അത് ഒന്നാമത്തെ പിഴവ്. ഉള്ളിൽ ആളുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഇതെല്ലാത്തിനും ഒരു ദൈവനിശ്ചയമുണ്ട്. എല്ലാം അധിഷ്ഠാനമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ആളുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചയ്ക്ക് വിതിൻ 1 വീക്ക് അല്ലെങ്കിൽ 16 ഡേയ്സിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുമായിരുന്നു. ഇത് നാണം കെട്ട അവസാനം കോണ കൊടുക്കേണ്ട സ്ഥിതി ആയപ്പോഴാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത്. അതും കാല് പിടിച്ച്. എന്നിട്ട് ആദ്യം കയറിയിട്ട് 10,000 കാര്യങ്ങൾ, അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് അടുത്ത ആൾ കയറുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതിന് പകരം ഇയാൾ ആരെയൊക്കെ റോൾ മോഡലാക്കിയിട്ട് ഇയാൾ എവിടെ നിന്നാണ് ഇത്രയും അഹിതം, ഇയാളുടെ അജ്ഞാനം മനസ്സിലിരുന്നതുകൊണ്ടാണ് ഇയാൾ ജാതീയമായി കേരളം എന്ന് പറയുന്നത് പരശുരാമൻ മഴു എറിഞ്ഞുണ്ടായതാണെന്നൊരു ഐതിഹ്യമുണ്ട്. അല്ലാതെ അറേബ്യയിൽ നിന്ന് വന്ന അറബികൾ ഇവിടെ മഴൂറിഞ്ഞുണ്ടായതല്ല കേരളം. കേരളത്തിൽ നായരും ഈഴവരും ഇവരെ 2 പേരെ ഇവിടെ നിന്ന് തുരുത്തി ഓടിക്കണം. എനിക്കൊരു കാര്യം ചെയ്യും, എല്ലാവർക്കും ഒരു വിസയും പാസ്പോർട്ടും ഒക്കെ എടുത്ത് ഞങ്ങൾ അറബ് രാഷ്ട്രത്ത് പോയി താമസിക്കാം. വി.ഡി. സതീശൻ ആൻഡ് പാർട്ടി ഇവിടെ നിൽക്ക്, കുറച്ച് മുസ്ലിംസ് ആൾക്കാരെ കൂട്ടിയിട്ട്. ഈ മുസ്ലിങ്ങൾ കൊടി പിടിച്ചവരൊന്ന് ആലോചിക്കണം. ഈഴവരാതി ജനങ്ങളോ NSSകാരോ മറ്റ് മതം ഹിന്ദു മതമാണ്, ഹിന്ദു സംസ്കാരം ഉൾക്കൊണ്ട്, ഹിന്ദുവിനൊരു മതമില്ല, ഹിന്ദു സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ. അവരാരെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ കൊടി പിടിക്കുന്നോ, ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കെതിരെ കൊടി പിടിക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് കുഴി തോണ്ടുന്നത്. BJP ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് സതീശനും കൂട്ടരും വളരെയധികം കളിക്കുന്ന കളികളെല്ലാം അതിനാണെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് എല്ലാവരും സന്തോഷവരായിട്ടിരിക്കുക. നമുക്ക് പാർലമെൻറ്റ് ഇലക്ഷന് തൂത്തുവാരാം BJP.